ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ലാവോ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് വാങ് വിയങ്ങിലാണുള്ളത്. ഇന്ന് നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ വാങ് വിയങ്ങിൽ. മാക്സിമം കാഴ്ചകൾ ഇന്ന് കാണുമെന്നുള്ള ഐഡിയ ആണ്. നാളെ എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് വിയന്റിയനിലേക്ക് റൈഡ് ചെയ്യണം. ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി, കാരണം സൺറൈസ് കാണുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അടുത്ത് തന്നെ. ഒരു 16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ വ്യൂ പോയിന്റിൽ ചെല്ലും. അതുകൊണ്ട് ഒരു 5:30 ആയപ്പോഴേ ഇറങ്ങി ഹാഫ് ആൻ അവർ കൊണ്ട് അവിടെ ചെന്നു. പാർക്കിംഗ് ലോട്ടിൽ ചെന്നപ്പോൾ വേറെ വണ്ടികളൊന്നും വന്നില്ല. അവർ പതുക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഇന്നത്തെ ആദ്യത്തെ ടൂറിസ്റ്റ് നമ്മളാണെന്ന് വിചാരിക്കുന്നു. നോക്കാം ഏതായാലും. അപ്പോൾ ഇതാണ് അവിടുത്തെ പാർക്കിംഗ് ലോട്ട്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പതുക്കെ മുകളിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്നാണ് ഈ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു എൻട്രി ഫീയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോവാം. നല്ല സ്റ്റീപ്പ് ക്ലൈംബാണ്. മൊത്തത്തിലൊരു 1 കിലോമീറ്റർ ഇല്ല, ഒരു 3/4 കിലോമീറ്ററേ ഉള്ളൂ നടക്കാൻ. പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ നല്ല ക്ലൈംബാണ്. കുറച്ചൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷെ ബാക്കിയൊക്കെ മഴയത്ത് ഒലിച്ചു പോയതും പിന്നെ പൊട്ടിപ്പൊളിഞ്ഞതും ഒക്കെയാണ്. അപ്പോൾ ചിലയിടത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വുഡൻ പ്ലാങ്ക് ഒക്കെ ഇട്ട് ക്രോസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വെച്ചിട്ടുണ്ട്. കൂടുതലും ക്രൂഡായിട്ട് ഇങ്ങനെ വലിയ പാറക്കല്ലുകളൊക്കെ ഉള്ള ഒരു ട്രെയിലാണ്. നല്ല കിതപ്പുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ശ്വാസമൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് വേണം കയറാൻ. സ്റ്റീപ്പ് ക്ലൈംബാണ്. രാവിലെ ആയതുകൊണ്ട് ആരെയും കണ്ടില്ല, കയറുന്ന വഴിക്കൊന്നും ആരെയും കണ്ടില്ല. ഇവിടെ ചെറിയൊരു കേവ് പോലെ എന്തോണ്ട്, അകത്തേക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. I think we are almost there. A little bit more climb. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് ഓൾമോസ്റ്റ് മുകളിൽ ചെന്നു. നല്ല മനോഹരമായ പ്രഭാത വ്യൂ ആണ്. ആ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഓൾറെഡി 2-3 പേരുണ്ട്. 2-3 പെൺകുട്ടികളൊക്കെ ഉണ്ട്. യൂറോപ്യൻസ് ആണെന്ന് തോന്നുന്നു. മേ ബി നൈറ്റ് വന്ന് ക്യാമ്പ് ചെയ്തിട്ട് രാവിലെ സൂര്യോദയം കാണാൻ വെയിറ്റ് ചെയ്തവരായിരിക്കാം. എന്തായാലും നല്ല മനോഹരമായ സീനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ രാവിലെ തന്നെ ഹോട്ട് എയർ ബലൂണുകളൊക്കെ ഇങ്ങനെ ആകാശത്ത് കാണുന്നുണ്ട്. പച്ചപ്പരവതാനി എന്ന് പറയുന്ന പോലെ മേഘപ്പരവതാനിയാണ്. ചെറിയൊരു തണുപ്പും പിന്നെ നല്ലൊരു മിസ്റ്റി മോർണിംഗ് ആണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. അതിന്റെ മനോഹരമായ കാഴ്ചകൾ. പിന്നെ ഇവിടെ 2 ബൈക്കുകൾ ഇരിപ്പുണ്ട്. പഴയ കണ്ടം ചെയ്യാറായ വണ്ടികളാരോ ഒരു ടിക്കറ്റ് മുകളിൽ വെച്ചേക്കുന്നതാണ്. അപ്പൊ അത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റിന്റെ അട്രാക്ഷനാണ്. എല്ലാവരും ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളോട് ഇരുന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് വാങ് വിയങ്ങിലെ ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ് ഈ വ്യൂ പോയിന്റ്. ഇപ്പൊ എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു 15-20 മിനിറ്റോളം വ്യൂ പോയിന്റിൽ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പതുക്കെ താഴോട്ടിറങ്ങി. ഇനിയിപ്പം നമുക്ക് നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോകണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് 8 മണിയോടുകൂടി റെഡിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോണ വഴിക്ക് അവിടെ ഹോട്ട് എയർ ബലൂണിന്റെ ഒരു ഫെസിലിറ്റി കണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി തിരക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് ഇനി ഉച്ച കഴിഞ്ഞാണ് സ്ലോട്ട് ഉള്ളത്. രാവിലത്തെ സ്ലോട്ടൊക്കെ തീർന്നെന്നാണ് പറഞ്ഞത്. ഒരു ഓസ്ട്രേലിയൻ ലേഡിയാണ് നടത്തുന്നത്. $100 ആണ് ഒരാളുടെ ചാർജ്. പിന്നെ സമയമുണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ പോയി. ഇത് ഇവിടുത്തെ ഒരു വുഡൻ ബ്രിഡ്ജാണ്. ചെറിയൊരു വുഡൻ ബ്രിഡ്ജ്. ഇതിൽ 2 വീലർ മാത്രമേ അലൗഡ് ഉള്ളൂ. വേറെ കാറോ ചെറിയ വണ്ടികളൊന്നും പോകാൻ പറ്റില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഹോട്ടലിലേക്കുള്ള ഷോർട്ട് കട്ട് ഇതായതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അടുത്തടുത്ത് 2 ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ റിവറും ക്രോസ് ചെയ്ത് നേരെ നമുക്ക് ഹോട്ടലിൽ ചെല്ലാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം അടുത്ത 2-3 സ്ഥലങ്ങൾ കാണാൻ. ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഈ വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല ലഗൂൺസ് ഉണ്ട്. 2-3 ലഗൂൺസ് ഉണ്ട്. പിന്നെ കേവ് ട്യൂബിങ്, റിവർ ട്യൂബിങ് എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ട്. അപ്പം നോക്കാം. സമയമുള്ള പോലെ മാക്സിമം കാഴ്ചകൾ ഇന്ന് കാണുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പം അങ്ങനെ നമ്മളൊരു 8 മണിയോടുകൂടി ഹോട്ടലിലെത്തി. പഴങ്ങളും മുട്ടയും കുറച്ച് ഹാമും ഒക്കെ ഉണ്ടായിരുന്നു, ബ്രെഡ്. അപ്പം അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഒരു 8:30 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി. അപ്പം നമ്മൾ സെയിം അതേ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. രാവിലെ വ്യൂ പോയിന്റിൽ പോകുന്ന വഴിയുടെ പകുതിയോളം പോയിട്ട് വേണം പിന്നെ ഒരു ഡീവിയേഷൻ ഈ ലഗൂണിലേക്ക് പോകണമെങ്കിൽ. ഇപ്പം രാവിലെ കണ്ടതിലും കുറച്ചുകൂടെ ഒക്കെ ട്രാഫിക് ആയിട്ടുണ്ട്. കൂടുതൽ 2 വീലറുകളും ഒക്കെ കാണുന്നുണ്ട് വഴിയിൽ. അപ്പോൾ നമ്മൾ ആ 2 വുഡൻ ഹാങ്ങിങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഈ റൂട്ടിൽ പോവുകയാണ്. ഈ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കുള്ള വഴിയിൽ അങ്ങനെ കാര്യമായ ആളുകളൊന്നുമില്ല, വീടുകളും കുറവാണ്. ഇത് പിന്നെ ഒരു ബഗ്ഗി കാറാണ്. ഇത് ബഗ്ഗീസ് ഇവിടെ ഒരു കോമൺ ആണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ 2 വീലറൊക്കെ ഹയർ ചെയ്യുന്ന പോലെ ഈ ബഗ്ഗി കാറും ഹയർ ചെയ്തിട്ട് ഇതിലേക്ക് ലോക്കലി ഓടിക്കാൻ പറ്റും ഈ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ ബഗ്ഗി കാർ റെന്റലിൽ കൊടുക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഓൾമോസ്റ്റ് 9:30 ഈ ഫസ്റ്റ് ലഗൂണിന്റെ അവിടെ വന്നു. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വലിയ ലഗൂൺ. ഇവിടെ ഈ ലഗൂൺ കൂടാതെ 2-3 ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. ഒരു സിപ്പ് ലൈൻ ഉണ്ട്. പിന്നെ മുകളിൽ ഒരു ചെറിയ കേവ് ഉണ്ട്. അതിനകത്തൊരു സ്ലീപ്പിംഗ് ബുദ്ധയുടെ ഒരു വിഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണാം. എൻട്രൻസിൽ തന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു ഫിഷ് സ്പാ കണ്ടു. കുറച്ച് പേരൊക്കെ ഇരുന്ന് ഫിഷ് സ്പാ
എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലഗൂണിലേക്കുള്ള വഴി. സിപ്പ് ലൈനിന്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ കരിക്കും ജ്യൂസും സ്നാക്സും ഒക്കെ വിൽക്കുന്ന കൗണ്ടറുകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലഗൂണിലേക്ക് എത്തിപ്പെട്ടു. രസമുണ്ട്, നല്ല ക്ലിയർ വാട്ടറാണ്. പിന്നെ കുറേ ടൂറിസ്റ്റുകളുണ്ട്. ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചാഞ്ഞ് നിൽക്കുന്ന ചില മരങ്ങളുടെ അവിടെ പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡൈവിംഗ് പ്ലാറ്റ്ഫോം. അവിടെ മുകളിൽ കയറുന്ന വെള്ളത്തിലേക്ക് ചാടാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കയറുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട് ആൾക്കാർക്കൊന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ. അതുകൂടാതെ ഇങ്ങനെ സ്നാക്സും ഫുഡ് കൗണ്ടറും, ഇവിടുന്ന് ആഹാരം കഴിക്കേണ്ട കൗണ്ടറുകളും ഒക്കെ ഉണ്ട്. വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സിപ്പ് ലൈൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സിപ്പ് ലൈനിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വെള്ളത്തിലിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇവിടുന്നാണ് സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത്. ഇത് സിപ്പ് ലൈനിൻ്റെ എൻഡ് പോയിന്റ് ആണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ച് വന്ന് ഇറങ്ങേണ്ടത്. ഇന്ന് നമുക്കൊരു മണ്ടത്തരം പറ്റി. ആ ചെറിയ ഗോ ടു ക്യാമറ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് സിപ്പ് ലൈനിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാണ് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോണ വഴിയാണ്. 120 മീറ്ററിന് മുകളിൽ ഒരു കേവ് ഉണ്ട്. ആ കേവിലേക്കുള്ള റൂട്ടിൽ തന്നെ പോയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ എടുത്താണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്മളെ സിപ്പ് ലൈൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന പുള്ളിയാണിത്. കാണിച്ചു തരാനും പുള്ളി ഫ്രണ്ടിൽ പോകും, നമ്മൾ പുറകെ പോയാൽ മതി. അപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 ഫോട്ടോ മാത്രം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ സിപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേവ് കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് 120 മീറ്റർ മുകളിലേക്കുള്ള ഒരു കേവ്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം ക്രൗഡായി. the trail to the cave on top. കേവിലേക്ക് നല്ല സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബാണ്. കുറെ പേരൊക്കെ മുകളിലോട്ട് പോകുന്നു. നമ്മൾ പതുക്കെ കേവ് കാണാനുള്ള ഐഡിയയിൽ മുകളിലേക്ക് പോവാണ്. കൊച്ചു കുഞ്ഞിനെയും ബാക്കിൽ ക്യാരി ചെയ്തുകൊണ്ട് ഒരാൾ മുകളിലോട്ട് കയറുന്നുണ്ട്. Hiking with climb. ഇതാണ് ആ കേവിന്റെ എൻട്രൻസ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് ഒരു കുറച്ച് ഭാഗമുണ്ട് ക്ലിയർ ആക്കിയിട്ടേക്കുന്നു. അതിന്റെ നടുക്കായിട്ടൊരു സ്ലീപ്പിംഗ് ബുദ്ധയുടെ സ്റ്റാച്യു ഉണ്ട്. കൂടുതലും വരുന്ന ആൾക്കാർ വാതൊക്കെ ഒന്ന് എത്തി നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. നമുക്ക് കുറച്ച് താവട്ടോടെ ഇറങ്ങാമാണെങ്കിൽ. അപ്പൊ നമ്മള് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്ലിപ്പറിയാണ്, നനവുണ്ട്, അതുകൊണ്ട് പാറയിൽ തെന്നലുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ താഴോട്ട് ഇറങ്ങാം. പതുക്കെ സൈഡിലൊക്കെ സപ്പോർട്ട് എടുത്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ താഴോട്ട് ഇറങ്ങി. അകത്ത് പാറകളുടെ പ്രാചീനമായ ഫോർമേഷൻ. വാവലുകളൊക്കെ രാത്രി വരുന്നുള്ളൂ തോന്നുന്നു. അതുകൊണ്ട് ഒരു വാവലിന്റെ ഒരു ടിപ്പിക്കൽ സ്മെല്ലുണ്ടല്ലോ, അത് കിട്ടി. അകത്ത് പോയി 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴോട്ട് വന്നു. താഴോട്ട് വന്ന് ഇനിയിപ്പം കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചു. ചൂടും ഒന്ന് കുറയും. നല്ല ചിൽഡ് വാട്ടറാണ്, ക്ലിയർ വാട്ടറാണ്. അതുകൊണ്ട് അപ്പോൾ 15 മിനിറ്റ് വെള്ളത്തിലിറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ ഈ ലഗൂണിൽ ഇഷ്ടംപോലെ മീനുണ്ട്. ചെറിയ മീനും ഇടത്തരം വലിയ സൈസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ കിടന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഫുഡ് കൗണ്ടർ ഉണ്ട്. ഗ്രില്ല്, ബാർബിക്യൂ ടൈപ്പാണ്. ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്ന് തോന്നുന്നു. ഇവിടെ വലിയ മീനൊക്കെ വെച്ചിട്ടുണ്ട്. $4-5 വലിയ മീനിന്റെ വില. ഏതായാലും ഫ്രഷ് വാട്ടർ ഫിഷ് ആയതുകൊണ്ട് ഇത്ര താല്പര്യം തോന്നിയില്ല. നമ്മളെന്നാ പിന്നെ പോർക്ക് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ചെറിയൊരു പ്ലേറ്റ് പോർക്ക് സ്നാക്സ് പോലെ കഴിക്കാന്നുള്ള കണക്കൂട്ടില്ലാതെ പറഞ്ഞു. അപ്പൊ അവരത് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് വെച്ചു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നമ്മുടെ പോർക്ക് റെഡിയായി. പോർക്ക് എടുത്തുകൊണ്ട് നമ്മൾ നല്ല ലഗൂണിന്റെ വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നു. അവിടെ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ആൾക്കാർ ചാടുന്നു. നല്ല മെറി മേക്കിംഗ് ആണ്. കൂടുതലും ചൈനീസ്, ജാപ്പനീസ് ടൈപ്പ് ഓഫ് ടൂറിസ്റ്റ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വളരെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഈ ലാർവ അവർ നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. അതുകൊണ്ട് ഫുൾ പ്രോട്ടീനും കുറച്ച് ഫാറ്റും ഉള്ളൂ. നമുക്കിങ്ങനെ അവർ അതിനകത്ത് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് തരും. അപ്പോൾ അത് മേടിച്ച് കഴിച്ചു. അതിനിങ്ങനെ വേംസ് എന്നും പറയും, ലാവ, വേംസ്, ഗ്രബ്സ് എന്ന് പറയും ഇവിടെ. പിന്നെ അത് തന്നെ 2-3 ടൈപ്പ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. ഇതിൽ ഏത് ടൈപ്പാണെന്ന് അറിയില്ല. നമ്മുടെ പഴം അതും ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് വെറൈറ്റി സാധനമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങി. അടുത്ത് തന്നെ വേറെ ഒരു ലഗൂൺ കൂടെ ഉണ്ട്. അത് ഇത്രയും വലുതല്ല, കുറച്ചുകൂടെ ചെറുതാണ്. പക്ഷെ ഒരു വലിയൊരു കുളം പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബഗിയൊക്കെ എടുത്ത് ആൾക്കാർ പതുക്കെ അങ്ങോട്ട് പോകാൻ തോന്നുന്നു.
ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, മാക്സിമം ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമ്മൾ രാവിലെ പോയ വ്യൂ പോയിന്റ് ആണ് നേരെ കാണുന്നത്. അതിന്റെ മുകളിലാണ് നമ്മൾ രാവിലെ പോയത്. അപ്പം അത് ക്രോസ് ചെയ്തിട്ട് വേണം ഈ അടുത്ത ലഗൂണിലേക്ക് പോകാൻ. അപ്പൊ അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് ഓടി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. ധാരാളം ബഗ്ഗി കാറുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ മെയിൻ റോഡിനകത്തോട്ട് ചെറിയൊരു ഗ്രാമീണ പാത പോലെ ടാറൊന്നും ഇടാത്ത ഒരു റോഡാണ്. ആൾക്കാർ ധാരാളം അങ്ങോട്ട് പോകുന്നുണ്ട്. 2 വീലർ എടുത്ത് പോകുന്നവരുണ്ട്. ഇതാണ് നമ്മുടെ ടുക് ഷട്ടിൽ സർവീസ് അടിക്കുന്നവരാണ്. അപ്പം ബാക്ക് പാക്കേഴ്സ് ഒക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നവർക്ക് ഇതൊക്കെ ഇരുന്ന സിറ്റിയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ എത്തി. ബൈക്കൊക്കെ പാർക്ക് ചെയ്തു. കുറെ ബൈക്കുകളുണ്ട്, കൂടുതലും റെന്റഡ് സ്കൂട്ടറാണ്. അപ്പോൾ ഇതും ഒരു മനോഹരമായ ലഗൂണാണ്. കുറച്ചുകൂടെ വലുതാണ്. പിന്നെ നമ്മുടെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഒരു ഷേപ്പിലാണ്. സൈഡിൽ ഇങ്ങനെ കുടകളൊക്കെ വെച്ച് ടേബിളും ബെഞ്ചും ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. പിന്നെ ഇങ്ങനെ അവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിലൂടെ ഊർന്നിങ്ങനെ വെള്ളത്തിലേക്ക് ചാടാം. അപ്പൊ അങ്ങനെ കുറെ പേര് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെയും ധാരാളം മീനുകളുണ്ട് വെള്ളത്തില്. പിന്നെ ഇതിനടുത്ത് തന്നെ ചെറിയൊരു കേവ് ഉണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ ആദ്യം ആ കേവ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. ജസ്റ്റ് ഒരു 200 മീറ്റർ നടന്നാൽ മതി എന്നാ പറഞ്ഞത്. ഇതാണ് ആ കേവിലേക്കുള്ള വഴി. കുറച്ച് തെന്നലുണ്ട്, ശകലം ചെള്ളയൊക്കെ ഉണ്ട്. ഇതാണ് ആ പറഞ്ഞ കേവ്. പക്ഷെ ഇതിനകത്തേക്കൊന്നും കാണുന്നില്ല. അകത്തേക്ക് പോകാനുള്ള ഒന്നുമല്ല, ചെറിയൊരു കേവ് അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ തിരിച്ച് നമ്മൾ വീണ്ടും ലഗൂണിൽ തന്നെ എത്തി. ഇവിടെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജമ്പ് ചെയ്യാനൊന്നും പോയില്ല. സൈഡിൽ തന്നെ ഇങ്ങനെ മുള കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു ചെറിയ റാഫ്റ്റ് പോലെ മുളയെല്ലാം കെട്ടിവെച്ച് നമ്മുടെ ചങ്ങാടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതിലൊക്കെ കയറി ഇരുന്ന് എൻജോയ് ചെയ്തു. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കാൻ പാടാം. അപ്പൊ പിന്നെ അവിടെ സൈഡിൽ ഇരുന്നുകൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റിനെ ഫോൺ കൊടുത്തിട്ട് അത്യാവശ്യം 2 ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ആൾക്കാരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നു. പിന്നെ അതിന് നടുക്ക് തന്നെ വേറൊരു ചെറിയൊരു തടിയുടെ ഒരു പാലം പോലെ ഇട്ടിട്ട് അവിടെ ഇരുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയാണ് ആദ്യം തള്ളി വെള്ളത്തിലിടുക എന്നുള്ളതാണ് ഈ കളിയും തോന്നുന്നു. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം അടുത്ത ഉദ്ദേശിക്കുന്നത് ട്യൂബിങ് പോകാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കേവ് ട്യൂബിങ്ങിന്റെ സ്ഥലമുണ്ട്. കേവ് ട്യൂബിങ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഈ റിവറിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ധാരാളം റിവറിൽ ഇങ്ങനെ കയാക്കിങ്ങും കാനോയിങ്ങും ഒക്കെ ഉള്ള ഇതാണ്. അതിന്റെ എക്യുപ്മെന്റ്സും ഒക്കെ ആയിട്ട് ഈ ടുക്ടുക്കുകൾ പോണു. സൈഡില് ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. അപ്പൊ അവിടെ വൈകുന്നേരം ആയിരിക്കും കൂടുതൽ തിരക്കം തോന്നുന്നു. ഉച്ചയായതുകൊണ്ട് അധികം പേരെ ഒന്നും കണ്ടില്ല. പൊതുവെ പറഞ്ഞ പോലെ അത്ര വലിയ സീസണുമായിട്ട് തോന്നിയില്ല. അപ്പൊ അവിടെ അടുത്ത് തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ ലഞ്ച് അവിടെ നിന്നാക്കാന്ന് വിചാരിച്ചു. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു. ലഞ്ച് ഓർഡർ ചെയ്തിട്ട് ജസ്റ്റ് റിവർ സൈഡിലേക്ക് ഒന്ന് പോയി. എനിക്ക് തോന്നുന്നു ഉച്ച സമയത്ത് ചൂടായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും ഈ ആക്ടിവിറ്റിക്ക് വരുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കിട്ടി. അവിടെ നോക്കിയാൽ ഇവിടുത്തെ മലനിരകളൊക്കെ കാണാം. ഒരു ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ഫുഡ് വന്നു, കഴിച്ചു. അവിടുന്ന് വീണ്ടും നമ്മൾ ഇറങ്ങി നേരെ അടുത്ത ടാർഗറ്റായ കേവ് ട്യൂബിങ്ങിന്റെ അങ്ങോട്ട് പോയി. അതൊരു ചെറിയ കേവ് ആണ്. കാരണം ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ആരും ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. നേരത്തെ കൂടുതൽ അകത്തേക്ക് പോകാറുണ്ട്. പക്ഷെ അവർ കൂടുതൽ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു 100 മീറ്ററോ മറ്റോ 100-200 മീറ്ററോ മറ്റോ അകത്തേക്ക് നമുക്ക് കേവിൽ കൂടെ ട്യൂബിൽ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരണം. എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു. ചെറിയ വഴികളാണ്, വലിയ തിരക്കൊന്നുമില്ല. ഇവിടെയാണ് കേവ് ട്യൂബിങ്ങിന്റെ ലൊക്കേഷൻ. കേവ് ട്യൂബിങ്ങിന്റെ സ്ഥലത്തേക്ക് ചെന്നു. ബൈക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറം ചെല്ലണം. Entrance to the Tam known ancient cave. Ticket is 40,000 including the tubing to the cave. Kayaking and all is a separate activity. ഇവിടെയും റിവർ റാഫ്റ്റിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ റിവർ റാഫ്റ്റിംഗ് ഭയങ്കര ഫേമസ് ആണ്. കയാക്കിങ്ങിനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. കയാക്കിങ്ങിന് വേണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അത് വേറെ ടിക്കറ്റ് ആണ്. അപ്പൊ നമുക്കിപ്പോ കയാക്കിങ്ങിന് പോകാൻ ഉദ്ദേശമില്ല. നേരെ കേവി ട്യൂബിങ് ചെയ്യാന്ന് വിചാരിച്ച് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലണം. നല്ല വ്യൂ ആണ് ബ്രിഡ്ജിൽ നിന്നുള്ള റിവറിന്റെ വ്യൂ. വളരെ മനോഹരമാണ്. ആ പോണ വഴിക്ക് തന്നെ ഓപ്പോസിറ്റ് വലിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് പാട്ടൊക്കെ കേൾക്കാം.
കൂടുതൽ ബാക്ക് പാക്കേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും ഒരു പാർട്ടി വൈബാണ്. ലഞ്ച് ടൈമിൽ നല്ല മ്യൂസിക്കും ഒക്കെ കേൾക്കുന്നുണ്ട്. ലഞ്ച് ടൈം കഴിഞ്ഞു, ഇപ്പോൾ ഓൾമോസ്റ്റ് ലഞ്ച് ടൈം കഴിയാറായെന്ന് തോന്നുന്നു. അവിടെ അടുത്ത് തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയില്ല. കേവ് ട്യൂബിങ്ങിനുള്ള സമയമേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് കേവ് ട്യൂബിങ്ങിന്റെ ഡയറക്ഷനിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് അവിടെയും വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. വൈകുന്നേരമായിരിക്കും കൂടുതൽ ആൾക്കാർ വരിക. ഇനി കൗണ്ടറിലെ പെൺകുട്ടി ചെറിയൊരു മയക്കത്തിലാണ്. Sabaidi. അപ്പൊ ഇതാണ് കേവ് ട്യൂബിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബേസിക്കലി നമ്മുടെ വലിയ ടയറിന്റെ ട്യൂബുകൾ എയർ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കും. നമുക്ക് അതിനകത്ത് കയറി ഇരിക്കാം. എന്നിട്ട് സൈഡിൽ കൂടെ കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പം കയറെ പിടിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് അങ്ങനെ കയറെ പിടിച്ച് മുമ്പോട്ട് പോകാം. ഇതൊരു പ്രൈവറ്റ് പാർട്ടി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഇത് ഗവൺമെന്റിന്റെ ഓപ്പറേഷനിലായിരുന്നു. അപ്പൊ അവരൊരു ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് അവർ 150 മീറ്റർ അകത്തേക്കുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തേക്കാം. അതിൽ കൂടുതലുണ്ട് കേവ്. അത് വേണമെങ്കിൽ വേറെ എക്സ്പ്ലോറേഷൻ ആയിട്ടൊക്കെ പോകണം. പക്ഷെ ഇവിടുന്ന് ഇവരുടെ ഈ ആക്ടിവിറ്റി 150 മീറ്റർ വേണം അവർ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തേക്കുക. നമ്മളത് കയറി ഇരുന്നു. ആദ്യം അതിന്റെ ഒരു നാക്ക് മനസ്സിലായില്ല. അപ്പം ട്യൂബിങ്ങിനെ വട്ടത്തിൽ പോവായിരുന്നു. ഒരു 1-2 മിനിറ്റ് കൊണ്ട് അതിന്റെ ഒരു നാക്ക് മനസ്സിലാക്കി അതൊക്കെ നമ്മൾ അകത്തോട്ട് പോന്നു. ഇവർ നമുക്ക് ലൈഫ് ജാക്കറ്റും പിന്നെ ഹെഡ് ടോർച്ചും തരും, കാരണം അകത്തേക്ക് പോകുമ്പോൾ ഇരുട്ടാണല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ അകത്ത് കയറി 150 മീറ്ററിന്റെ യു ടേൺ പോയിന്റ് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. വേറെ ആൾക്കാരെ വരുന്നവരെയൊക്കെ ഒന്ന് കാണാൻ നോക്കിയോ. വലിയൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്, ചൈനക്കാരോ മറ്റോ ആണെന്ന് തോന്നുന്നു. പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് അവരും അങ്ങനെ കേവ് ട്യൂബിങ് എൻജോയ് ചെയ്യണം. അപ്പൊ ആ ഗ്രൂപ്പ് അങ്ങ് മൂവ് ചെയ്ത ഉടനെ നമ്മൾ ട്യൂബിൽ കയറിയിരുന്ന് തിരികെ റിട്ടേൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻട്രൻസിന്റെ വ്യൂ, അകത്തു നിന്നുള്ള വ്യൂ. തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല ക്രൗഡായി, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ചൈനീസും കൊറിയൻ ഗ്രൂപ്പുകളും ഒക്കെ ധാരാളം വരുന്നുണ്ട്. ലാവോയില് ഇവിടെ കണ്ട ഈ ഗ്രൂപ്പ് കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു 60+ ആൾക്കാർ ധാരാളം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പായിട്ട് വന്നതായിരിക്കും. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. Especially senior people. Come back from the tubing. It's big group coming back from the tubing activity. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ റെസ്റ്റോറന്റ് സൈഡിൽ കൂടെ പോയി റിവറിന്റെ വ്യൂ ഒക്കെ നോക്കി. നല്ല വ്യൂ ആണ്. റെസ്റ്റോറന്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല റിവർ വ്യൂ, ആ ബ്രിഡ്ജിന്റെ വ്യൂ ഒക്കെ കാണാം. ഇപ്പൊ റെസ്റ്റോറന്റ് ഓൾമോസ്റ്റ് കാലിയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കയാക്കിങ്ങിന്റെ ഏരിയയും പിന്നെ ബ്രിഡ്ജിന്റെ ഏരിയയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ റിവർ ട്യൂബിങ്ങും ഭയങ്കര ഫേമസ് ആക്ടിവിറ്റിയാണ് ഇവിടെ. ഈ കയാക്കിംഗ് പോലെ അല്ലാതെ ഈ റിവറിലൂടെ പോകാനും ഈ ട്യൂബ് കിട്ടും. ഈ 70s ഒത്തിരി അപകടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ വന്നു, കാരണം കൂടുതലും യങ്സ്റ്റേഴ്സ് ആണല്ലോ വരുന്നത്, ബാക്ക് പാക്കേഴ്സ്. അപ്പൊ അവരിങ്ങനെ ഈ ട്യൂബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരിടത്തുനിന്ന് ഈ ട്യൂബ് എടുത്തിട്ട് റിവറിൽ കൂടെ പോവാം. അപ്പൊ പോണ വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷാക്ക് പോലെ ബിയറും അങ്ങനെയൊക്കെ ഫുഡും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ മറീൻ മേക്കിംഗ് കൂടിയിട്ട് അപകടങ്ങളും ആക്സിഡന്റ് മരണങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പൊ കുറച്ച് കൺട്രോളിലാണ് അതൊക്കെ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ അത്ര ഒരു എന്താ പറയാ വൈൽഡായിട്ടുള്ള സീനൊന്നും ഇല്ല. കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇപ്പം ഈ വാങ്മിയങ്ങിന്റെ റിവർ സൈഡിലൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നേരെ റൂമിൽ വന്നു. നല്ല ഒരു ഹെക്ടിക് ഡേ ആയിരുന്നു. കുറെ ആക്ടിവിറ്റി ചെയ്തു. റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വൈകുന്നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പിന്നെ ബൈക്ക് എടുത്തില്ല, റിവറിന്റെ സൈഡിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കയാക്കിങ് കഴിഞ്ഞ ആൾക്കാർ തിരിച്ചു പോകാൻ തോന്നും. കയാക്കിങ്ങിന്റെ ബോട്ടുകളൊക്കെ പതുക്കെ വണ്ടിയിൽ ലോഡ് ചെയ്യാണ്. So most of the kayaking activity is over. മനോഹരമായ ഈവനിങ് വ്യൂ. അപ്പൊ മുകളിൽ ഇങ്ങനെ പാരാഗ്ലൈഡേഴ്സ് ഇങ്ങനെ മോട്ടറൈസ്ഡ് സാധനമാണ്. അപ്പൊ പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. 3 പേര് ഒന്നിച്ച് പോകുന്ന കണ്ടു. Banh mi, Pho and banh mi. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു പൂൾ പാർട്ടി ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അത് ഫേമസ് ആണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അവിടെ ഒരു പാർട്ടി ബാക്ക് പാക്കേഴ്സ് എല്ലാം വൈകുന്നേരങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. DJ മ്യൂസിക്, പൂൾ വോളിബോൾ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ റിവർ സൈഡിലിരുന്ന് ഒരു ബിയർ അടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. സൺസെറ്റിന്റെ നല്ല മനോഹരമായ വ്യൂ. അങ്ങനെ പതുക്കെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും റിവറിൽ കൂടെ കൂടുതൽ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. കയാക്കിംഗ് കാരൊക്കെ റിവറിലുണ്ട്. ഇവിടെ പൂളിൽ നല്ല ആക്റ്റീവാണ്. ചെറുപ്പക്കാരൊക്കെ ബിയറൊക്കെ അടിച്ച് പിന്നെ വോളിബോളൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്നു. ഒരു ബിയറൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എന്തോ ചെറിയ ഓവനാണ്, ചെറിയൊരു ഓവനുണ്ട്, പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി റൈസും ബീഫും കൂടെ കിട്ടുന്ന അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളായിരുന്നു തോന്നുന്നു ലാസ്റ്റ് കസ്റ്റമർ. കാരണം ആ റെസ്റ്റോറൻറ്റിൻ്റെ ഹോട്ടലിൻ്റെ ഓണറും സ്റ്റാഫും ഒക്കെ കൂടി ഇരുന്ന് അവരും ഫുഡ് കഴിക്കുകയാണ്. അതൊരു വെറൈറ്റി ആയിരുന്നു. അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന പോലുള്ള സാധനങ്ങളല്ല, കുറേ സാധനങ്ങളുണ്ട്. വെജിറ്റബിൾസും ഉണ്ട്, കുറേ ചെറിയ എന്താണ് കടലയോ, പിന്നെ നമ്മുടെ ഷെൽമീറ്റ് പോലെ കല്ലുമക്ക പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. 9 മണിയോടുകൂടെ അവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് നേരെ തിരിച്ച് ഹോട്ടലിൽ പോയി. അപ്പോൾ നല്ലൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. രാവിലെ വ്യൂ പോയിന്റ്, ലഗൂണ്, പിന്നെ കേവ് ട്യൂബിങ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയർഡായി, നേരത്തെ കിടന്നുറങ്ങി. നാളെ രാവിലെ ഇനി വെളുപ്പിന് എണീറ്റ് പോകേണ്ട കാര്യമില്ല, ഇവിടെ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് വാങ് വിയങ് വിശേഷങ്ങൾ. നാളെ വിയന്റിയനിലേക്കുള്ള യാത്രയോടുകൂടി ലാവോ ട്രിപ്പ് പൂർത്തിയാവും. ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലാവോയിലെ ഫൈനൽ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.